തിരുവനന്തപുരത്ത് മാളിലുണ്ടായ SFI മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന് FIRൽ പറയുന്നു. മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലായിരുന്നു അന്വേഷണം. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചു. പോലീസിന്റെ നടപടിയിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തമാണ്. വിവരങ്ങളുമായി ദിസ്ന ചേർന്നു. ദിസ്ന, ഒരു പഴഞ്ചൊല്ല് പോലെ ആടിനെ പട്ടിയാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാളിലുണ്ടായ SFI മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് മാളിൻ്റെ അകത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു അറ്റാക്ക് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം പുതുവത്സര ദിനത്തിൽ ശംഖുമുഖത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിക്കുണ്ടായ ഈ മിഥുൻ എന്ന പോലീസുകാരൻ DYFI പ്രവർത്തകർക്കെതിരെ, അല്ലെങ്കിൽ അതായത് സമയം അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും അവിടെ തങ്ങുന്നതിനെതിരെ വലിയ രീതിയിൽ ഈ മർദ്ദനം ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നത് തന്നെയാണ് SFI പ്രവർത്തകർ ആരോപിക്കുന്നത്. പക്ഷേ ഒരു പോലീസുകാരൻ തന്റെ കർത്തവ്യം നിർവഹിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFI DYFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ്. പിന്നീട് പോലീസ് സേനയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ SFI DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയും വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സ്വയരക്ഷാർത്ഥം കയ്യിലുണ്ടായിരുന്ന ഇടിവള ഉപയോഗിച്ച ഈ പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നു. ആ മർദ്ദനമാണ് വലിയ രീതിയിൽ കേസിലേക്ക് വഴിവെച്ചത് എന്നൊരു നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതായത് യാതൊരു തരത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസിന്റെ വിശദീകരണം. പ്രധാനമായും അവർ പറയുന്നത് കൃത്യമായി തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഈ പോലീസുകാരനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു അന്വേഷണ റിപ്പോർട്ടാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഇപ്പോൾ കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത്. ഈ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്നാണ് FIRൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമൽ, തിരുവനന്തപുരത്ത് മാളിലുണ്ടായ SFI മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന് FIRൽ പറയുന്നു. മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലായിരുന്നു അന്വേഷണം. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചു. പോലീസിന്റെ നടപടിക്കുള്ളിൽ സേനയ്ക്കുള്ളിൽ അമർഷം ശക്തമാണ്. വിവരം നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.